ഹലോ. അപ്പോൾ ഇന്ന് നമ്മുടെ അമ്പലത്തിൽ കലങ്കരിയാണ്, പൊങ്കാലയാട്ടോ. ഞാനും താളും കൂടെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നമ്മളപ്പോൾ വണ്ടിയിൽ അവിടെ ചെന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, കാരണം അമ്മയുടെ ബ്രദറും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വീട്ടിൽ നിന്ന് നടന്നാണ് വരുന്നത്. ഞങ്ങളപ്പോൾ അവിടെ നിൽക്കുകയാണ്. പൊങ്കാലയുടെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം നടയിൽ നിന്ന് തിരി കൊണ്ടുവന്നിട്ട് വേണം അടുപ്പിന് കൊളുത്താനായിട്ട്. അപ്പം ഞങ്ങളതൊക്കെ നോക്കി നിൽക്കുകയാണ്. അതുപോലെ ഇന്നവിടെ പ്രോഗ്രാമും ഉണ്ടായിരുന്നു, നാടകമായിരുന്നു എന്ന് തോന്നുന്നു. കാരണം നമ്മൾ നാടകം കാണാൻ നിന്നില്ല കേട്ടോ, ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെടിക്കെട്ടൊക്കെ കണ്ട് കുറേ നേരം നിന്നായിരുന്നു. 10-15 മിനിറ്റോളം വെടിക്കെട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നിലത്ത് ഇരുന്നു കേട്ടോ. പിന്നെ താളുവിന് ഇങ്ങനെ വീഡിയോയിലൊന്നും വരുന്നതിന് വലിയ താല്പര്യമില്ല, എങ്കിലും ഞാൻ 1-2 വീഡിയോയിലൊക്കെ അവളിങ്ങനെ ആഡ് ചെയ്തു. പിന്നെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്കും അവർ വന്നു. അങ്ങനെ ഇതാട്ടോ എൻ്റെ അമ്മയും അമ്മയുടെ ബ്രദർ ഇടുക്കിയിൽ നിന്നാണ്. അപ്പോൾ ബ്രദറും വന്നിട്ടുണ്ടായിരുന്നു, മാമനും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നടയെന്ന് ശാന്തി തിരി കൊണ്ട് കൊളുത്തുവാണ് കേട്ടോ. ഒരു സൈഡിൽ ഒരടുപ്പിലായിരിക്കും കൊളുത്തുന്നത്, പിന്നെ അവിടുന്ന് അങ്ങനെ കത്തിച്ച് പോവുകയാണ് ചെയ്യാറ്. ഞങ്ങളിപ്പോൾ കുറേ നേരം അവിടെ ഇരുന്നു. അപ്പം നാടകം തുടങ്ങാനായിട്ട് താമസം ഉണ്ടെന്ന് പറഞ്ഞു, കാരണം തൊട്ടടുത്ത് ഒരു പാരലൽ കോളേജ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ കുട്ടികൾക്ക് സമ്മാനദാനം നടക്കുകയാണ്. ഞാനും അവിടെ ട്യൂഷൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ സാറുമാരൊക്കെ സ്റ്റേജിൽ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കണ്ട് കുറച്ച് നേരം ഇരുന്നു. അമ്പലത്തിൻ്റെ നല്ല ക്ലിപ്സ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, കാരണം പണി കറക്റ്റ് കഴിഞ്ഞിട്ടില്ല. മൊത്തത്തിൽ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്ന് വിചാരിച്ചു കേട്ടോ. അതുകൊണ്ട് അങ്ങനെ എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് അമ്മയുടെ വീട്ടിലേക്കാണ്. അവിടെ നല്ല കപ്പയും മീൻകറിയാണ്, നല്ല മുളക് അരച്ച കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് നമ്മുടെ വീട്ടിലേക്കാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ ബൈ.